മടിയന്മാർക്ക് അഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കോടീശ്വരന്മാരാകാൻ കഴിയുമോ? ഓക്കെ, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അല്ല, ഇവിടെ ഒരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ മടിയന്മാർക്ക് അഫർമേഷൻ ചെയ്താലല്ലേ കോടീശ്വരനാവാൻ പറ്റും. എങ്ങനെയെന്നറിയോ? ഈ മടിയൻ അഫർമേഷൻ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പ്രാക്ടീസിനായിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് അഫോർമേഷൻസ്. അഫർമേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ സ്പെല്ലിംഗ് AFFIR വരും. അഫോർമേഷൻ പറയുമ്പോൾ AFFOR വരും. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഒരു കോടീശ്വരിയായി മാറിയത് എന്ന് ചോദിക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് തിരയാൻ തുടങ്ങും. ചിലപ്പം കാലങ്ങൾ എടുക്കാം, ബട്ട് അത് സംഭവിച്ചിരിക്കും. ഇപ്പൊ രാഹുൽ പറഞ്ഞില്ലേ, ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അത് ഉണ്ടാക്കാൻ പറ്റിയൊരു കാര്യമല്ല, പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാം. ഡാൻസിലൂടെ, മ്യൂസിക്കിലൂടെ. ഇതൊന്നും ഇല്ലെങ്കിൽ എൻ്റെ ഒരു സാറ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഈ TV, ഫ്രിഡ്ജൊക്കെ വാങ്ങുന്ന സമയത്തെ നമുക്കൊരു ബബിൾസ് കിട്ടില്ല ഇങ്ങനെ പൊട്ടിക്കാൻ. ഒരു പണിയില്ലെങ്കിൽ അത് പൊട്ടിച്ചിരിക്കുക. കാരണം അതൊരു എന്താ പറയാ, ഒരു എന്റർടൈൻമെന്റ് ആണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഡെയിലി നമ്മൾ നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്തെടുക്കണം. ഇപ്പൊ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഒരു 30 കിലോ അല്ലെ പോട്ടെ, ഒരു 10 കിലോ നമുക്ക് കുറയ്ക്കണം. രാഹുൽ ഇപ്പൊ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് കുറയും? ഒരാഴ്ച പോട്ടെ, 2 ദിവസം കൊണ്ട് കുറയ്ക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, കുറച്ച് ദിവസം എടുക്കും. ഇതേപോലെ ഇതിലും പാടാണ് എന്ത്, നമ്മുടെ ബ്രെയിനിനെ ഒന്ന് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എവിടെയാണ് ഈ അഫർമേഷൻ എന്ന് പറയുന്ന ഒരു സാധനം കണക്ട് ആവുന്നത്? ഓക്കെ, ഈ അഫർമേഷൻ എന്ന് പറയുന്ന സംഭവം വളരെ പ്രചാരത്തിലിരിക്കുന്ന ഒരു സംഭവം, എല്ലാവരും പ്രാക്ടീസിൽ കൊടുക്കുന്ന ഒരു സംഭവമാണ്. അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? സജഷൻസ് പറയുന്നത്. അതായത് നമ്മൾ പോസിറ്റീവായിട്ട്, ഇപ്പൊ രാഹുലിന് ഒരു എക്സാമ്പിൾ പറയാം. രാഹുലിന് ഇപ്പം ഒരു വണ്ടി വേണം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫൻഡർ തന്നെ എടുക്കാം. അപ്പൊ ഒരു ഡിഫൻഡർ ആണ്. അപ്പൊ രാഹുൽ പറയാണ്, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ഡിഫൻഡർ എനിക്ക് ലഭിച്ചതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി, അല്ലെങ്കിൽ ദൈവത്തിന് നന്ദി. ഇതാണ് അഫർമേഷൻ. നമ്മൾക്ക് ആഗ്രഹം എന്താണോ അത് നടന്നതായിട്ട് നമ്മൾ നമ്മുടെ മൈൻഡിനോട് നമ്മൾ സ്വയം പറയാം. അതെന്ത് ചെയ്യും, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഫീഡ് ചെയ്യും. അപ്പം പക്ഷെ ഇവിടെ പലർക്കും അഫർമേഷൻ നടക്കാത്തതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഒന്ന്, നമ്മളിത് പറയുമ്പോൾ രാഹുലിന്റെ മൈൻഡ് രാഹുലിനോട് ചോദിക്കും, എടാ നിനക്ക് ഡിഫൻഡർ ഇല്ലല്ലോ, പിന്നെ നീ ചുമ്മാ എന്തിനാ ഇങ്ങനെ കത്തിയടിക്കണം, നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യും അല്ലേ? അല്ല, ഞാൻ പറയാ, ഞാൻ ഒരു കോടീശ്വരിയാണ്. അപ്പൊ എന്നോട് ചോദിക്കും, നീ കോടീശ്വരി അല്ലേ, എവിടെ തന്റെ അടുത്ത് കോടി എന്ന് ചോദിക്കും അല്ലെ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. എങ്ങനെ അക്കൗണ്ടിൽ ബാലൻസ് എത്ര ഉണ്ട്, നീ പോയി നോക്ക്, അക്കൗണ്ടിൽ 10,000 തികച്ചുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കാം, പറയുവാണ് അല്ലെ? ബട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളെ എന്ത് ചെയ്യും, കൺഫ്യൂഷൻ ആക്കും. അവിടെ നമ്മൾ പ്രാക്ടീസിനായിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് അഫോർമേഷൻസ്. അഫർമേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ സ്പെല്ലിംഗ് AFFIR വരും. അഫോർമേഷൻ പറയുമ്പോൾ AFFOR വരും. അഫോർമേഷൻ. അതെന്താണ് വ്യത്യാസം തമ്മിലുള്ള? തീർച്ചയായിട്ടും അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, പക്ഷെ വളരെ പവർഫുള്ളും ആണ്. കാരണം അഫർമേഷൻ നമ്മൾ ചെയ്യുന്നത് പോസിറ്റീവ് സെന്റൻസ് നമ്മൾ പറയും, അതായത് അത് റിപ്പീറ്റ് ചെയ്ത് പറയും. അഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താണോ ആഗ്രഹം, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പം എനിക്കൊരു കോടീശ്വരി ആവണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് വിചാരിക്കാം. അഫർമേഷൻ ആണ്, ഞാൻ എങ്ങനെ പറയും, ഞാനൊരു കോടീശ്വരിയായി മാറിയതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി. അഫർമേഷൻ എങ്ങനെയാ പറയണെന്ന് അറിയോ? അതൊരു ക്വസ്റ്റ്യൻ രൂപേണ ഞാൻ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനോട് ഞാൻ എന്നോട് തന്നെ ചോദിക്കും, ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കോടീശ്വരിയായി മാറിയത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ മൈൻഡ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിൻ പോലെയാണ്. നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നമ്മളിലേക്ക് കൊണ്ടുതരും. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഒരു കോടീശ്വരിയായി മാറിയത് എന്ന് ചോദിക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് തിരയാൻ തുടങ്ങും. എങ്ങനെയാണ് ഇവളുടെ അടുത്തേക്ക് കോടികൾ വന്നത്? ആ ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ അതിന്റെ പിന്നാലെ പോണ്ട. മൈൻഡ് നമ്മളത് പറയുന്നിടത്തോളം നമ്മുടെ മൈൻഡ് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തോണ്ടേ ഇരിക്കും, സെർച്ച് ചെയ്തോണ്ടേ. മൈൻഡിനെ ക്വസ്റ്റ്യൻ ചെയ്യണം, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ മൈൻഡിനോട് ചോദിക്കണം. തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ കണ്ണാടിയിൽ നോക്കി പറയാം, ഞാൻ നല്ല സുന്ദരിയാണ്, ഞാൻ അതീവ സുന്ദരിയാണ്. അതിന് പകരം അഫോർമേഷനിൽ നമ്മൾ എങ്ങനെ ചോദിക്കണം, നീ എങ്ങനെയാണ് ഇത്ര സുന്ദരിയായത്? അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്റെ മൈൻഡ് നോക്കും, അങ്ങനെ ആയത്. ഇനിയിപ്പോ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അതിന് പറ്റിയ ക്രീമും കാര്യങ്ങളും ഒക്കെ നമ്മുടെ യൂണിവേഴ്സ് നമ്മളിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കും അല്ലെ? പലരും പറയുന്നത് പ്രാക്ടീസ് ചെയ്ത് അഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അഫർമേഷൻ ചെയ്താല് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് വരും എന്നാ. അങ്ങനെയല്ല. എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? നമ്മൾ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ നമ്മുടെ മൈൻഡ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് യൂണിവേഴ്സുമായിട്ട് കണക്ട് ആയിട്ട് അതിനുള്ള സാധ്യതകളെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുതരും. അതായത് ചിലപ്പോൾ നമ്മളൊരു ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിലൊരു ആഡ് കാണാം, എനിക്കിപ്പോ കുറച്ച് കളർ വെക്കാനാണ്, നല്ല സുന്ദരിയാവാനാണ്, അതിന് പറ്റിയൊരു ക്രീമിന്റെ ഒരു ആഡ് കാണാം. അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് നമ്മുടെ ഒരു സുഹൃത്ത് വിളിക്കും, എടി എനിക്ക് ഇങ്ങനെ ഒരു കാര്യം കിട്ടിയിട്ടുണ്ട്,
നിനക്ക് സജസ്റ്റ് ചെയ്ത് തരട്ടെ എന്ന് ചോദിക്കും. അങ്ങനെയാണ് നമ്മളിലേക്ക് എന്ത് വരുന്നത്, എല്ലാം വരുന്നത്. ഇപ്പം ക്യാഷിന് വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അഫർമേഷൻ ചെയ്യുമ്പോൾ ക്യാഷ് അന്തരീക്ഷത്തിൽ നിന്ന് വരുമോ? ഇല്ല. എന്ത് സംഭവിക്കും? നമ്മുടെ മൈൻഡ് അതിനുള്ള ഐഡിയാസ് നമുക്ക് കണ്ടെത്തി തരും. ഇപ്പം നമ്മൊരു ബിസിനസ് ഐഡിയ ആയിരിക്കാം, ചിലപ്പം വേറെ എന്തെങ്കിലും ആയിരിക്കാം, ചിലപ്പോൾ ഒരു ലോട്ടറി അടിക്കാം, എന്ത് സംഭവിക്കാം. അപ്പൊ ഐഡിയാസ് ആയിട്ട് നമ്മളിലേക്ക് വരും. ബട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? കുറച്ച് നമ്മൾ എഫേർട്ട് എടുക്കണം, ഒരു ആക്ഷൻ വേണം എന്തിനും. അതില് ഒരു സംശയം, മടിയന്മാർക്ക് അഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കോടീശ്വരന്മാരാകാൻ കഴിയുമോ? ഓക്കെ, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അല്ല, ഇവിടെ ഒരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ മടിയന്മാർക്ക് അഫർമേഷൻ ചെയ്താലല്ലേ കോടീശ്വരനാവാൻ പറ്റും. എങ്ങനെയെന്നറിയോ? ഈ മടിയൻ അഫർമേഷൻ ചെയ്യുമ്പോൾ ഈ മടിയൻ എന്ത് ചെയ്യും? ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാനൊരു കോടീശ്വരനായി മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു കോടീശ്വരനായി മാറിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അഫർമേഷൻ, നീ എങ്ങനെ കോടീശ്വരനായി, ഞാൻ എങ്ങനെ ഇത്ര കോടീശ്വരനായി, ഇത് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ എന്താ സംഭവിക്കണേന്നറിയോ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇവന്റെ മടി മാറ്റാനുള്ള കാര്യങ്ങളെ നമ്മളിലേക്ക് എത്തിക്കും. മനസ്സിലായോ? ഈ മടിയൻ മടിയനായിട്ടിരിക്കില്ല, മടിയന്റെ മടി സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ മാറ്റും. ഓക്കെ, അപ്പൊ ഈ മടിയൻ ഓൾറെഡി അവന് പലതും ചെയ്യാൻ തോന്നും, അവനൊന്ന് ആക്റ്റീവ് ആവും, അവന് പല ഐഡിയാസ് വരും, അങ്ങനെ അവൻ കോടീശ്വരനാവും. അല്ലാണ്ട് മടിയനായിട്ട് ചുമ്മാ ഇരുന്ന് നമുക്ക് അന്തരീക്ഷത്തിലൂടെ ഒരിക്കലും ക്യാഷ് വരുന്നോ ഒന്നും നമ്മൾ പറയില്ല. അതിനുള്ള ഐഡിയാസ് ആണ് നമ്മുടെ മൈൻഡ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ അവൻ മടിയനായതുകൊണ്ട് ഇത് ഏറ്റെടുക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോ നമ്മൾ കർമ്മം ചെയ്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പണിയെടുത്തെങ്കിൽ മാത്രമേ അതിന് പ്രതിഫലം ഉണ്ടാവും. തീർച്ചയായിട്ടും. ഇപ്പോ മടിയുള്ള ആളുകൾ പലപ്പോഴും അവിടെ ഒരു കാര്യമില്ലേ, നമ്മൾ അഫർമേഷൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനുവേണ്ടി അവൻ അഫർമേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് രാഹുൽ ചോദിച്ചത്, അഫർമേഷൻ അവൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ മടി മാറണമല്ലോ. മടി മാറും. തീർച്ചയായിട്ടും. അഫർമേഷൻ അവൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അത് ആയി തീർന്നേ പറ്റൂ. നമ്മളിപ്പം ആൽക്കമിസ്റ്റിൽ, പൗലോ കൊയ്ലോന്റെ ആൽക്കമിസ്റ്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത്, നിങ്ങളൊരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രപഞ്ചം അത് നടത്തിത്തരാൻ നിഗൂഢമായ പദ്ധതികൾ ഒരുക്കുന്ന. അതിൽ തന്നെ ഉണ്ട് നിഗൂഢത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല അത് എങ്ങനെയാണ്. നിഗൂഢത എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അവിടെ അത് അങ്ങനെ അങ്ങ് സംഭവിക്കും, എങ്ങനെയെങ്കിലും ആവുന്നല്ല, അതിന് പുള്ളി എഫേർട്ട് എടുക്കാൻ തുടങ്ങും, അയാളുടെ മടി മാറും. ഓക്കെ, മടി മാറാതെ അയാള് ഒന്നും ചെയ്യാതെ അയാളുടെ അടുത്ത് ക്യാഷ് വരുന്ന ഞാൻ ഒരിക്കലും പറയില്ല. പിന്നെ ഒരു പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിൽ ഒരു കാര്യം എത്തിക്കഴിഞ്ഞാൽ അത് കിട്ടുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എൻ്റെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് പറയുവാണ്, ചിലപ്പോൾ അയാൾ ആരെങ്കിലും കണ്ട് പരിചയപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒരു കോടീശ്വരനാ, ഇയാളോടുള്ള സ്നേഹം കൊണ്ട് ക്യാഷ് കൊടുത്തൂടെ? പോസിബിലിറ്റി ഇല്ലേ അവിടെ? ഒന്ന് ചിന്തിച്ചു നോക്കി, അതിനുള്ള സാധ്യത എന്തുകൊണ്ടില്ല എന്ന് പറയും. അല്ലേ? നമുക്കൊരാളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒരാൾ മരണത്തിന് വേണ്ടിയിട്ട് ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുക, അയാളെ ഹെൽപ്പ് ചെയ്തു, ഭയങ്കര കോടീശ്വരനാ, ഇന്ന മോനെ പിടിച്ചോന്ന് പറഞ്ഞ് തന്നൂടെ? മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പില് ഇപ്പോൾ എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, ഞാൻ അഫർമേഷൻ ചെയ്യുന്നു, ആ പെൺകുട്ടി എന്നെ ഇഷ്ടപ്പെടണം. ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് വേറൊരു ഇഷ്ടം കാണും, അവരും അഫർമേഷൻ ചെയ്യുന്നു അയാൾക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ ഇതില് ഇപ്പോൾ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത ഐഡിയോളജി, അല്ലെങ്കിൽ രണ്ട് ചിന്തയാണ്, രണ്ട് മനുഷ്യരാണ്, രണ്ട് യൂണിക്കാണ്. അപ്പോൾ അതിലെങ്ങനെയാണ് അഫർമേഷൻ വർക്ക് ആവുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സ് എങ്ങനെയായിരിക്കും കണക്ട് ആവുന്നത്? ഇത് രാഹുലിന്റെ പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണോ? അല്ല. ഓക്കെ. എൻ്റെ അടുത്ത് ഇപ്പൊ ജോയിൻ ചെയ്യാൻ വരുന്ന കുട്ടികളൊക്കെ പലരും എൻ്റെ അടുത്ത് ചോദിക്കും, മാം എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, അവർക്ക് വേറൊരു പയ്യനെ ഇഷ്ടമാണ്, അവര് നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്യലാണ് കേട്ടോ. അപ്പൊ ഞാൻ അവൾക്ക് വേണ്ടി അഫർമേഷൻ ചെയ്യുന്നു, അവള് വേറൊരു പയ്യന് വേണ്ടി അഫർമേഷൻ ചെയ്യുന്നു. ഇവിടെ എന്താണ് സംഭവിക്കാന്ന് ചോദിക്കാറുണ്ട്. യൂണിവേഴ്സ് ആരുടെ അഫർമേഷൻ ഏറ്റെടുക്കും? ഇവിടെ കുറെ കാര്യങ്ങൾ ഇവിടെ ബാധിക്കുന്നുണ്ട്. കാരണം പാസ്റ്റ് കർമാസിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഓരോ വ്യക്തികളെയും കണ്ടുമുട്ടുന്നത് പോലും. അതായത് ഓരോ വ്യക്തികളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ഒരുപാട് കാലം നമ്മുടെ കൂടെ ഉണ്ടാവുന്ന, നമ്മുടെ ജീവിതത്തിന്റെ ഒരു പാർട്ടായി മാറുന്ന വ്യക്തികൾ നമ്മുടെ പാസ്റ്റ് കർമാസിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ്. അപ്പം അവരുടെ കർമാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ കൂടെ കണക്ട് ആവത്തുള്ളൂ. ഓക്കെ, ഇതൊരു കാര്യമാണ്. പിന്നെ ചിന്തിക്കുന്ന സമയത്ത് പറയാം, നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും യൂണിവേഴ്സ് നടത്തിത്തരും എന്നൊരു കാര്യം ആണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പം തീർച്ചയായിട്ടും ഒരാൾ അഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും പ്രപഞ്ചം അവർക്ക് സപ്പോർട്ട് നൽകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെങ്കിലും ഒന്ന് ആരാണോ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് അവർക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ, ഏറ്റവും കൂടുതൽ ഡെഡിക്കേഷനോട് കൂടി ആ ഇമോഷണൽ വൈബ്രേഷൻ ആർക്കാണോ യൂണിവേഴ്സിലേക്ക് കൊടുക്കാൻ പറ്റുന്നത് അവരുടെ ആഗ്രഹം സക്സസ് ആവും. ചുരുക്കി പറഞ്ഞാൽ
നമ്മളിപ്പോ നല്ലൊരു വിത്തിട്ട് കഴിഞ്ഞാൽ ഏത് വിത്തിട്ടാലും മുളയ്ക്കും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഇടുന്ന ഒരു വിത്താണ് എന്ത്, നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത്. ആ വിത്ത് നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ, ആ വിത്തിട്ടത് നമ്മൾ പറിച്ചു മാറ്റിയിട്ടില്ല എങ്കിൽ അത് എന്തെങ്കിലും മുളയ്ക്കും. ഓക്കെ, ഇപ്പൊ ചില ആളുകളുണ്ട്, എനിക്ക് എന്റെ എക്സ്പീരിയൻസ് തന്നെ, ഇപ്പൊ മാരേജ് ഒക്കെ കഴിഞ്ഞു പോയിട്ട് 5 വർഷമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇവരുടെ അടുത്തേക്ക് തിരിച്ചു വന്നവരുണ്ട്. ഇപ്പം ജോസഫ് മർഫിയുടെ ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. അതിൽ പറയുന്ന കാര്യമുണ്ട്, ചിലപ്പോൾ ഇന്നോ നാളെയോ നടക്കണമെന്നില്ല, ചിലപ്പം കാലങ്ങൾ എടുക്കാം, ബട്ട് അത് സംഭവിച്ചിരിക്കും. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ടിരിക്കാം. ഒരുപാട് നന്ദി. താങ്ക് യു.